പാചകവാതക വില വർധനയിൽ പ്രതിഷേധവുമായി കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ. വില വർധന ജനദ്രോഹ നടപടിയെന്നാണ് സംഘടന കുറ്റപ്പെടുത്തുന്നത്. പാചകവാതക വില വർധനയുടെ പശ്ചാത്തലത്തിൽ ഭക്ഷണവിലയിൽ മാറ്റമുണ്ടാകുമെന്നും അവർ പറയുന്നുണ്ട്. നിലവിൽ വിലയിൽ 50% മുതൽ 60% വരെ വർദ്ധിപ്പിക്കാനാണ് സാധ്യത. കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും സംഘടന ആവശ്യപ്പെടുന്നുണ്ട്. തൊഴിലാളിയില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ പണിയെടുക്കുന്നത്. അപ്പോൾ തൊഴിലാളിയും കൂടെ വെച്ച് പോവുകയാണെങ്കിൽ ഇത്രയും വില കൂടിയ സ്ഥിതിക്ക് മുന്നോട്ട് പോകില്ല. അപ്പോൾ തൊഴിലാളി ഇനി വന്ന് കഴിഞ്ഞാലും ഇവർക്ക് ഗ്യാസ് ഇല്ലാണ്ട് പണി പോകില്ല. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ മുന്നോട്ട് പോകില്ല, കൂട്ടേണ്ടി വരും. ഇപ്പം തന്നെ പ്രതിസന്ധിയിലാണ്. 1000 രൂപ വർധനമെന്ന് വെച്ചാൽ തികച്ചും പ്രതിഷേധാർഹമാണ്. ഒരു പരിധിയിൽ നമ്മൾ വില വർദ്ധിപ്പിക്കുക എന്നുള്ളത് കസ്റ്റമേഴ്സ് വളരെ കുറയും. ഞാൻ 35 വർഷമായി ഹോട്ടൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ 35 വർഷത്തിനിടയ്ക്ക് ഒരു ദിവസം കൊണ്ട് 1000 രൂപ ഒരു കമേഴ്ഷ്യൽ സിലിണ്ടറിന് കൂടിയതായിട്ട് ആദ്യത്തെ അറിവാണ്. വില കൂട്ടുക എന്നല്ലാതെ യാതൊരു നിർവാഹവും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആര്യ വിനോദും സലാം മുഹമ്മദും വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം ആര്യയിലേക്ക് പോവുകയാണ്. ആര്യ, നേരത്തെ തന്നെ ഈ യുദ്ധം ആരംഭിച്ച സമയത്ത് തന്നെ ഹോട്ടലുകളെ അത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി നേരിട്ടിരുന്നു. നിലവിൽ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പറയുന്നത് എന്താണ്? 1000 രൂപയ്ക്ക് 7 രൂപ മാത്രമാണ് കുറവ്. ഒറ്റയടിക്ക് കൂട്ടിയിരിക്കുന്നത് 993 രൂപയാണ്. അപ്പോൾ അതിനനുസരിച്ച് ഇനി ഭക്ഷണങ്ങൾക്ക് വില കൂട്ടേണ്ടി വരും. അവിടെ കൊടുക്കുന്ന മെനു വെട്ടിക്കുറയ്ക്കേണ്ടി വരും. അപ്പോൾ ആ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നാണോ ഇവരുടെ ഒരു നിലപാട്? തീർച്ചയായിട്ടും വിനീഷ, അവർക്കും അതല്ലാതെ മറ്റു മാർഗമില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ 1000 രൂപയ്ക്ക് അടുത്താണ് ഗ്യാസിൻ്റെ വില സിലിണ്ടർക്ക് വില കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ 3000 രൂപയാണ് സിലിണ്ടർക്ക് വിലയായിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ഇതിന് കടുത്ത പ്രതിഷേധമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ കേന്ദ്ര നടപടിയില്ല എങ്കിൽ ഹോട്ടൽ അടച്ചുപൂട്ടിയിട്ടുള്ള സമരപരിപാടികളിലേക്ക് അവർ കടക്കുമെന്നുള്ളത് തന്നെയാണ്. ഇനിയിപ്പോൾ നാളെ 2 ദിവസം കഴിയുമ്പോൾ പാലിൻ്റെ വില കൂടുന്നു, ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്ക് വില കൂടുന്നു. അങ്ങനെ എല്ലാ വിലക്കയറ്റവും ബാധിക്കുന്നത് ഈ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ തന്നെയാണ്, ഹോട്ടലുകളുടെ ഉടമകളെ തന്നെയാണ്. അപ്പോൾ അത് കൃത്യമായി അവർ രേഖപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ ഒരു വില വർധന, പാലുൽപ്പന്നങ്ങൾക്കടക്കം വില വർദ്ധിക്കുകയാണെങ്കിൽ ഗ്യാസിനും കൂടെ വില വർദ്ധിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ 50% മുതൽ 60% വരെ വീണ്ടും ഭക്ഷണങ്ങൾക്ക് വില കൂടും. ഓരോ ഭക്ഷണപദാർത്ഥങ്ങൾക്കും വില കൂടും എന്നുള്ളതാണ് അവർ അറിയിച്ചിരിക്കുന്നത്. നമ്മൾ ഈ ഒരു ഗ്യാസിൻ്റെ പ്രതിസന്ധി ആദ്യം രൂക്ഷമായപ്പോൾ തന്നെ ഈ ഒരു ഗ്യാസ് കിട്ടാത്തൊരവസ്ഥ, അതിൽ ഹോട്ടലുകൾ അടച്ചുപൂട്ടുന്നൊരു സാഹചര്യമായിരുന്നു. പിന്നീട് ഗ്യാസ് കിട്ടി തുടങ്ങിയപ്പോൾ എല്ലാ സാധനങ്ങൾക്കും എല്ലാ ഭക്ഷണങ്ങൾക്കും വില കൂടി. ഒരു 10 രൂപയ്ക്ക് നമ്മൾ ചായ കുടിച്ചുകൊണ്ടിരുന്നത് 15-20 രൂപയ്ക്ക് മുകളിലേക്കും ചായയുടെ വില വർദ്ധിക്കുന്നു. അങ്ങനെ ഓരോ സാധനങ്ങളുടെയും വില, ഭക്ഷ്യവസ്തുക്കളുടെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ഗ്യാസിൻ്റെ വില വർദ്ധിക്കുന്നത്. ഇതിൽ കടുത്ത നടപടിയുമായി കടുത്ത പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കേരള ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ തീരുമാനം. ഇതിൽ എന്ത് തന്നെയായാലും പ്രതിഷേധത്തിലേക്ക് കടക്കാനാണ് അവരും തീരുമാനിച്ചിരിക്കുന്നത്.